നമസ്കാരം. AKG സെൻറ്ററിൻ്റെ മതിലിലേക്ക് ഓലപ്പടക്കം എറിഞ്ഞതിന് UDF ബോംബാക്രമണം നടത്തിയെന്നും AKG സെൻറ്റർ കുലുങ്ങിയെന്നൊക്കെ LDF നേതാക്കൾ ലൈവ് ന്യൂസ് പ്രസ്താവന നൽകിയതിനെ തുടർന്ന് സംസ്ഥാനത്ത് UDF ഓഫീസും ഗാന്ധി പ്രതിമകളുമൊക്കെ അടിച്ചു തകർത്തതിൻ്റെ പേരിൽ EP ജയരാജനും PK ശ്രീമതിക്കുമെതിരെ കേസെടുക്കണമെന്ന ഹർജിയിൽ അന്തിമവാദം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. തിരുവനന്തപുരം 1-ാം ജില്ലാ സെഷൻസ് ജഡ്ജി KP അനിൽകുമാറാണ് വാദം കേട്ടത്. കേസിൽ ഈ മാസം 31-ന് അതിൻ്റെ വിധി പറയുകയും ചെയ്യും. ഇതിൻ്റെ പരാതിക്കാരനായിരുന്ന പായ്ച്ചർ നവാസ് നിരവധിയായിട്ടുള്ള പൊതുതാൽപര്യ വ്യവഹാരങ്ങളൊക്കെ നേരിട്ട് നൽകിയും ബാധിച്ചുമൊക്കെ കോടതിയുടെ വിലപ്പെട്ട സമയങ്ങൾ കളയുന്ന വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതായതിനാൽ കഴമ്പില്ലാത്ത ഈ പരാതി തള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് EP ജയരാജനും ഒപ്പം തന്നെ PK ശ്രീമതിയുമൊക്കെ അവർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകരൊക്കെ അങ്ങനെ വാദിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ മുൻ ദേവസ്വം പ്രസിഡന്റ് രാജഗോപാലൻ നായർ അദ്ദേഹവും ജില്ലാ കോടതിയോട് ആവശ്യപ്പെട്ടതായിരുന്നു. എന്നാൽ താൻ നേരിട്ട് തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജി എന്ന് പറയപ്പെടുന്നത് ഒരു മജിസ്ട്രേറ്റ് പാസാക്കിയ ഉത്തരവിനെതിരെയാണ് എന്നും ഹർജി തള്ളിയ മജിസ്ട്രേറ്റിൻ്റെ നടപടി എന്ന് പറയപ്പെടുന്നത് തെറ്റാണ് എന്നും ഒരു പരാതി തള്ളുമ്പോൾ മജിസ്ട്രേറ്റ് പാലിക്കേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും പാലിക്കാതെയും സാക്ഷികളെ വിസ്തരിക്കാതെയും ബഹുമാനപ്പെട്ട ഹൈക്കോടതികളുടെയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും വിവിധ മാർഗനിർദ്ദേശങ്ങളും ഉത്തരവുകളും പാലിക്കാതെയുമാണ് മജിസ്ട്രേറ്റ് ഇത്തരത്തിൽ പരാതി തള്ളിക്കൊണ്ട് വെറും 2 വരിയിൽ ഉത്തരവിറക്കിയത് എന്നതായിരുന്നു പരാതിക്കാരൻ്റെ വാദം തന്നെ. PWD വകുപ്പ് നഷ്ടം തിട്ടപ്പെടുത്തി നൽകിയ റിപ്പോർട്ടിൽ ഒരു ഓലപ്പടക്കം വീണ് പൊട്ടിയതിൽ AKG സെൻറ്ററിൻ്റെ പുറംമതിലിലെ ഒരു ചീളുകല്ല് മാത്രം ചെറിയ ഇളക്കം സംഭവിച്ചിട്ടുള്ളൂ എന്നും ബോധിപ്പിച്ചു. ഇരു കക്ഷികളുടെയും വിശദമായ വാദങ്ങളും പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വാദവും കേട്ട കോടതി ഹർജിക്കാരൻ്റെ കീഴ്ക്കോടതി ഉത്തരവിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടിയുള്ള ഹർജി ന്യായമല്ലേ എന്നും സാക്ഷികളെപ്പോലും വിസ്തരിക്കാതെ ഒരു പരാതി എങ്ങനെയാണ് തള്ളുന്നത് എന്നും കോടതി ചോദിച്ചു. ഇവിടെ ഹർജിക്കാരൻ പരാതിയിൽ സൂചിപ്പിച്ചിരിക്കുന്ന KPCC പ്രസിഡന്റ് K സുധാകരൻ, പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ 8 സാക്ഷികളെയും വിസ്തരിക്കണമോ എന്ന് ജഡ്ജി അനിൽകുമാർ ഹർജിക്കാരനോട് ചോദിച്ചപ്പോൾ 8 പേരെയും സാക്ഷികളായി വിസ്തരിക്കണമെന്ന് ഹർജിക്കാരൻ പറഞ്ഞതിനെ കോടതി അംഗീകരിക്കുകയായിരുന്നു. AKG സെൻറ്ററിൽ കഴിഞ്ഞ വർഷം നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ജയരാജനും ശ്രീമതിയും നടത്തിയ പരാമർശങ്ങൾ. ആ പരാമർശങ്ങളെന്ന് പറയപ്പെടുന്നത് കലാപാഹ്വാനമായിരുന്നുവെന്നും ഇവരുടെ വ്യാജ പരാമർശങ്ങളുടെ ഭാഗമായിട്ട് സംസ്ഥാനത്തുടനീളം കലാപങ്ങൾ ഉണ്ടായി എന്നും ആയതിനാൽ ഇവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പൊതുപ്രവർത്തകനായിട്ടുള്ള പായ്ച്ചർ നവാസ് തിരുവനന്തപുരം കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുണ്ട്. മാത്രമല്ല കമ്മീഷൻ ഓഫീസിലും ഇദ്ദേഹം പരാതി കൊടുത്തിരുന്നു. എന്നാൽ ആ പരാതിയിൽ 1 മാസം കഴിഞ്ഞിട്ടും നടപടികൾ ഉണ്ടാകാത്തതിനാലാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ 3-ൽ അദ്ദേഹം ഹർജി നൽകിയത്. 2 മാസങ്ങൾക്ക് ശേഷം ഈ ഹർജിയും കോടതി തള്ളി. ഈ നടപടിക്കെതിരെയാണ് ഹർജിക്കാരൻ 1 വർഷത്തിന് ശേഷം തിരുവനന്തപുരം ജില്ലാ കോടതിയെ സമീപിച്ചിരുന്നത്. അതിലാണ് ഇപ്പോൾ AKG സെൻറ്റർ മതിലിലേക്ക് ഓലപ്പടക്കം എറിഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ AKG സെൻറ്റർ കുലുങ്ങിയെന്നും LDF നേതാക്കൾ അതൊരു ലൈവ് ന്യൂസ് പ്രസ്താവനയിലൂടെ നടത്തിയതിനെ തുടർന്ന് അന്ന് UDFൻ്റെ ഓഫീസുകളും ഗാന്ധി പ്രതിമകളൊക്കെ അടിച്ചു തകർത്തതിന് EP ജയരാജനും PK ശ്രീമതിക്കുമെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിലെ അന്തിമവാദം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. തിരുവനന്തപുരം 1-ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ആ വാദം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഈ കേസിൽ വിധി പ്രസ്താവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ മാസം 31-ന് വിധി വരികയും ചെയ്യുകയാണ്. AKG സെൻറ്റർ കുലുങ്ങിയോ ഒരു ഓലപ്പടക്കം എറിഞ്ഞാൽ കുലുങ്ങിപ്പോകുന്നതാണോ AKG സെൻറ്റർ എന്ന് അടക്കമുള്ള പരാതിക്കാരൻ്റെ വാദങ്ങൾക്ക് എന്തായിരിക്കും വിധിയെന്ന് 31-ന് അറിയാം.